നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിനൊപ്പം തന്നെ എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി പരിഗണിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇപ്പോഴിതാ പത്തനംതിട്ടയിൽ ബി.ജെ.പിയുടെ ഒരു നിർണായക നീക്കമുണ്ടായിരിക്കുന്നു. ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച് പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. ഷൈജു കുര്യനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന 47 പേരും ബി.ജെ.പിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. NDAയുടെ ക്രിസ്തുമസ് സ്നേഹ സംഗമം കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സഭ വലിയ മെത്രോപോലിത്ത കുര്യാക്കോസ് മാർ ക്ലിമിസ് അടക്കമുള്ള പുരോഹിതരും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിൽ സംസാരിക്കവേ അയോധ്യ കൊണ്ട് മാത്രമല്ല ബി.ജെ.പി ഭാരതത്തിൽ അധികാരം പിടിച്ചത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ചെപ്പടി വിദ്യയല്ല ബി.ജെ.പി കാണിച്ചത്, മറിച്ച് വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി വോട്ട് ചോദിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാമക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് വരുമെന്ന് പ്രചരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ മറുപടിയായാണ് അദ്ദേഹം ഈ വേദിയിൽ വെച്ച് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ഒരു അധികായൻ തന്നെ പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗവുമായി അടുക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ ബി.ജെ.പി ഏറെ നാളായി തന്നെ പരീക്ഷിച്ചു വരികയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് സ്നേഹവിരുന്ന് നൽകിയിരുന്നു ക്രിസ്മസ് ദിനത്തിൽ. അതിന്റെ ഒക്കെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം തന്നെയാണ് നിലവിൽ പത്തനംതിട്ടയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.